വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ്. നമുക്കിന്ന് തേങ്ങ പോലും ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മത്തങ്ങ ചെറുപയർ കറിയുടെ റെസിപ്പി കാണാം. പെട്ടെന്നൊരു കറിയൊക്കെ വേണ്ടപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. നല്ല എരിവും മധുരവും പുളിയൊക്കെ ഉള്ളൊരു കറിയാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് നല്ല പഴുത്ത് മധുരമുള്ള മത്തങ്ങ വേണം. ഇതൊരു 2 കപ്പിൽ കൂടുതലായിട്ട് വേണം. പഴുത്ത് മധുരമുള്ള മത്തങ്ങയാണെന്നുണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റിൽ കറി കിട്ടുക. അപ്പോൾ ഇതുപോലെ നമ്മളിതൊന്ന് തൊലി കളഞ്ഞ് ക്യൂബ്സായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുപയർ വേണം. അതിനായിട്ട് ഞാൻ 1/2 കപ്പിൽ താഴെയായിട്ട് ചെറുപയർ എടുത്തിട്ടുണ്ട്. ചെറുപയറിൻ്റെ അളവ് വളരെ കുറച്ച് മതി. അപ്പം 1/2 കപ്പിൽ താഴെയായിട്ടുള്ള ചെറുപയറിന് 2 കപ്പിൽ കൂടുതലായിട്ട് നമ്മൾ മത്തങ്ങ ഉപയോഗിക്കുന്നുണ്ട്. ഈ അളവ് ഇങ്ങനെ തന്നെ വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചെറുപയർ പ്രഷർ കുക്കറിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ 6 ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്, അതായത് 3 കപ്പ് വെള്ളം. ഇനി നമുക്ക് ഒരു 4 വിസിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. 4 വിസിൽ കഴിയുമ്പോൾ ഇതൊരു 3/4 വേവിൽ കൂടുതലായി കിട്ടും. അത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് ഇതിലോട്ട് മത്തങ്ങ ചേർത്ത് കൊടുക്കാം. മത്തങ്ങയുടെ കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് വേണം ഇതൊരു വിസിലിനും കൂടെ ഒന്ന് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ മത്തങ്ങയും ചെറുപയറും ഇവിടെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഉടച്ചെടുക്കണം. ഇതിന് മുന്നേ ഞാൻ ഈ മത്തങ്ങ ചെറുപയറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. 1 മിനിറ്റിൽ താഴെയുള്ള ഒരു ഷോർട്സ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇട്ടിരുന്നത്. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പറ്റിയില്ല. അപ്പോൾ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ആയതുകൊണ്ട് ഞാനത് ഒന്നുകൂടി ഇടുവാണ്. ഇവിടെ എല്ലാവർക്കും നല്ല ഉടഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഒരു പരുവത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉടച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു ചെറിയ പാനിൽ എണ്ണ ഒഴിച്ച് അതിലോട്ട് കടുകും 1/2 ടീസ്പൂൺ ജീരകവും പിന്നെ വറ്റൽ മുളകും 2 വെളുത്തുള്ളിയും, ചെറിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ 3-4 എണ്ണമൊക്കെ ഇടാം, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് സവാളയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയൊരു സവാളയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. കൊത്തി എരിവാണെന്നുണ്ടെങ്കിലാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ നല്ല എരിയുള്ള 1-2 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് കുറച്ച് ഉപ്പും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴണ്ടി കഴിയുമ്പം നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. തീ ഏറ്റവും കുറച്ച് വെച്ചതിന് ശേഷം വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. പൊടി കരിഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും. അതുകൊണ്ട് പൊടി കരിയാതെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ പുളി ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് അറിയണം. ആ ഒരു പരുവത്തിന് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ കറിയിൽ നമ്മൾ എരിയും പുളിയൊക്കെ നമുക്ക് അറിയാൻ പറ്റണം. അപ്പോൾ ആ പരുവത്തിന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പുളിവെള്ളം വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ പിച്ചിയിട്ട് കൊടുക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോയിൽ നല്ല ഓറഞ്ച് കളറിലെ നല്ല പഴുത്ത മത്തങ്ങയായിരുന്നു. അപ്പോൾ അതിൽ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. ഇന്ന് ഉപയോഗിച്ച മത്തങ്ങ അത്ര പഴുത്തതല്ലായിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടെ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കൊടുക്കാം. കഴിഞ്ഞ പ്രാവശ്യമായിട്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും കാണുന്നവരേക്കും ബൈ.